ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു ഫിഷ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ സ്പൈസി ആയിട്ടുള്ള ഫിഷ് കറി വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ അതിനായി അയില മീനാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ചെറിയ ഉള്ളിയാണ് ഇത്. ചെറിയ ഉള്ളി ചെറുതായി മുറിക്കണ്ട, 1-2 മുറിച്ചാൽ മതിയാവും. പിന്നെ 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി, 3 പച്ചമുളക്, അതുപോലെ തന്നെ 1 നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നന്നായി വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞ് അരിച്ചു വെച്ചതാണ് ഇത്. അതുപോലെ 1 തേങ്ങ വറുത്തിട്ടൊന്നുമില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് നന്നായി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മീൻ നന്നായി കഴുകി ഉപ്പിട്ട് കഴുകി നന്നായി വൃത്തിയാക്കി വെച്ച മീനാണ്. ഇനി നമുക്ക് മീൻ കറിയിലേക്കുള്ള മസാല കൂട്ട് റെഡിയാക്കാം. ഞാൻ അതിനായി ഒരു ബൗൾ എടുത്ത് വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. ഇത് ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂണാണ്. അതിലോട്ട് ഞാൻ 4 ടേബിൾ സ്പൂണാണ് ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. അതിൽ 3 ടേബിൾ സ്പൂൺ സാദാ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്. കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും, ഞാൻ കല്ലുപ്പാണ് എടുത്തത്. ഇതാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് വേണ്ടത്. അതുപോലെ അതിലോട്ട് ഞാൻ 1 പച്ചമുളകും നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയിൽ നിന്ന് 4-5 പീസസും, അതുപോലെ നമ്മൾ മാറ്റി വെച്ച പുളിവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് പുളിവെള്ളം നന്നായി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവസാനം കറിയൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം പുളി നോക്കിയിട്ട് നമുക്ക് ബാക്കി ബാലൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ആ കൂട്ട് ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പുളിയാണ് ചേർത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമുക്ക് എത്രത്തോളം കറി വേണം അത്രയും വെള്ളവും ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് ഇപ്പോൾ നമുക്ക് കൃത്യം അറിയാൻ പറ്റും പുളിയും എരിവൊക്കെ എത്ര ഉണ്ട് എന്നുള്ളത്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മീൻകറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമുക്ക് നാടൻ മീൻകറിയുടെ ടേസ്റ്റ് കിട്ടും. അതിലോട്ട് ഞാൻ എണ്ണ 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് അതിലോട്ട് ജീരകവും ഉലുവയും നമ്മൾ മാറ്റി വെച്ച ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളികൾ ചേർത്ത് കൊടുക്കാം. എത്രത്തോളം നമ്മൾ കൂടുതൽ എടുക്കുന്ന അത്രയും നമുക്ക് ടേസ്റ്റ് കൂടും. മാക്സിമം ചെറിയ ഉള്ളി എടുക്കാൻ നോക്കുക. അതുപോലെ ചെറിയ ഉള്ളി ചെറുതായി മുറിക്കേണ്ട, ഒന്ന് ജസ്റ്റ് 2 പീസാക്കിയാൽ മതി. അതിലോട്ട് ഞാൻ പച്ചമുളകും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി നന്നായി വഴറ്റാൻ പാടില്ല. അതിൻ്റെ നമുക്ക് കഴിക്കുമ്പോൾ മീൻകറി കഴിക്കുമ്പോൾ അതിലോട്ട് ചെറിയ ഉള്ളി ഇങ്ങനെ കഷ്ണങ്ങളായി കിട്ടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ശേഷം നമുക്ക് മാറ്റി വെച്ച കൂട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. മംഗലത്തിൽ മീൻകറി വെക്കുമ്പോൾ ചിലപ്പോൾ അത് തിളച്ച് പുറത്തേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്ന് തിള വരുന്നുണ്ടോ നോക്കി അത് തിള വന്നതിന് ശേഷം സിമ്മിലിട്ട് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ആ കുറുകുലാണ് നമുക്ക് മീൻ കറിക്ക് ടേസ്റ്റ് കൂടുക. അപ്പോൾ ഒന്ന് കുറുകി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാ മീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മീനായതുകൊണ്ട് പെട്ടെന്ന് വേകും. ഒരു തിള വന്നതും തന്നെ നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നല്ല തിള വന്നിട്ടുണ്ട്, മീനുകളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒഴിക്കുമ്പോഴും അതുപോലെ നമ്മുടെ കംപ്ലീറ്റ് തേങ്ങ ഒഴിക്കാതെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. തേങ്ങ കൂടിപ്പോയാൽ മീൻകറിക്ക് ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ മീൻകറി പറയുമ്പോൾ അതിൽ എരിവും പുളിയും തേങ്ങയും എല്ലാം കൃത്യ അളവിലാണെങ്കിലാണ് മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വളരെ ടേസ്റ്റിയുള്ള സ്പൈസി ആയിട്ടുള്ള ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതാ കണ്ടില്ലേ, നമ്മളുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വെക്കുന്നത് കൊണ്ട് നമുക്ക് ആ മീനിലോട്ട് പുളിയും എരിവൊക്കെ പിടിക്കാൻ സഹായിക്കും.
ഈ കറി നമുക്ക് ചോറിലൂടെയും അതുപോലെ തന്നെ പൊറോട്ടക്കൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. നിങ്ങൾ ഇതാരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് മീൻ കറി വെച്ച് നോക്കൂ. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.